ഒരു വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ചില സ്റ്റാർട്ടിങ് ട്രബിളിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇന്ന് എന്താ ഒരു ടോപ്പിക്ക് പറയണമെന്ന് വെച്ചാൽ, ടോപ്പിക്ക് പറയല്ല, ഒരു മോഞ്ചി പോയ കഥ പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നത്. കുറച്ച് വീഡിയോസ്, ആനിവേഴ്സറീൻ്റെ വീഡിയോസ് ഞാനിതിൽ ആഡ് ചെയ്യാം. അതിന് ശേഷം മൂഞ്ചി പോയ കഥ പറയാം കേട്ടോ. നമ്മൾ ഇറങ്ങിയ തന്നെ നേരം വൈകിയോണ്ടേനു കേട്ടോ. പിന്നെ പറ്റ സ്ലോയിലാണ് പോണതും. സ്റ്റോറിയൊക്കെ വഴിയെ വരുന്നുണ്ട്, എല്ലാ കഥകളും അറിയാം. ഇത് മെഡിക്കൽ കോളേജ് ഏരിയയാണ്. അത്യാവശ്യം നല്ല ബ്ലോക്കും തിരക്കും ഒക്കെ ഉണ്ടേനു. ഇവിടാണ് നമ്മൾ നോമ്പ് തുറക്കാൻ പോയത്. അപ്പോൾ പാർക്കിങ്ങൊക്കെ നോമ്പിൻ്റെതായതുകൊണ്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. പിന്നെ ഓല ചാവി നമ്മളോട് വാങ്ങിയിട്ട് ഓല തന്നെ കേട്ടോ കാറൊക്കെ പാർക്ക് ചെയ്തത്. ഇതൊക്കെയാണ് നമ്മളെടുത്തിനെ കടികൾ കേട്ടോ. പേരൊന്നും അറിയില്ല. ബട്ട് ഈ സാധനം ഉണ്ടല്ലോ, പൊറാട്ട, അതൊരു ചെറിയ കുഞ്ഞ് 3 പൊറാട്ട. ഇതെന്തോ ഒരു ചിക്കൻ ഐറ്റം, 2 ചിക്കൻ ഐറ്റമാണ്. രണ്ടും നല്ല രസമുണ്ടേനു. അതും ഈ ചെറിയ കുഞ്ഞി പൊറാട്ടേനി ഞാൻ കഴിച്ചത് ഒരു 3 എണ്ണം. ഇതൊക്കെ അവിടുത്തെ സെറ്റപ്പ് കേട്ടോ. ഒരു ചെറിയ അക്വേറിയം തന്നെ ഉണ്ട് മുന്നിൽ. നമ്മൾ പിന്നെ മെയിൻ എൻട്രൻസിലല്ല കയറിയത്, നമ്മൾ സൈഡിൽ അവിടെയായിരുന്നു. പിന്നെ ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് പോയി. ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓടി കളിക്കാൻ നിറയെ സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ മോള് ഒരു 10-12 തവണയെങ്കിലും വീണിട്ടുണ്ടാവും. ചളിയായോ? ഓടല്ലേ? അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഫുൾ സ്റ്റോറി ഓൺ ദി വേ. ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്, എൻ്റെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. സന്തോഷവും സങ്കടവും ഒക്കെ പാടെ കൂടിയ ഒരു ആനിവേഴ്സറി എന്ന് വേണം പറയാം. കാരണം മോർണിംഗ് മൊത്തം ഞാൻ ഹാപ്പിയാണ്. എന്താ പറഞ്ഞാൽ, എന്താ കാരണം പറഞ്ഞുതരാൻ എനിക്ക് പ്രത്യേകിച്ച് അറിഞ്ഞു തരില്ല. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് വെക്കണം എന്നാണല്ലോ. ഞങ്ങൾക്ക് ഇടയിലുള്ള ഒരു ഹാപ്പിനെസ്സോ സങ്കടമോ അങ്ങനെ ഒന്നല്ല കേട്ടോ. മോർണിംഗ് എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആണ് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ഇതുവരെയുള്ള 4 ആനിവേഴ്സറിയും കുറച്ച് സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്നുകൂടി സ്പെഷ്യലാണ് എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നൈറ്റാണെങ്കിൽ മൊത്തം ഞാൻ സങ്കടത്തിലായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈം ഇഫ്താറിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് പോയതാണ്. ക്യാമറയിലേക്ക് വല്ലാണ്ട് നോക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ് ട്രിപ്പ്. അങ്ങനെ ഫസ്റ്റ് ടൈം പുറത്ത് പോവുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആനിവേഴ്സറി എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും പാടെ നല്ല കൂടി. സോ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പുറത്ത് പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ, നോമ്പ് തുറക്കാന്നുള്ള പിന്നെ ഒരു കാരണം കൂടിയാണ്, ആനിവേഴ്സറി ആണ് എന്നുള്ളത്. അതും കൂടെ ആയപ്പോൾ ഞങ്ങൾ നമുക്ക് പുറത്ത് പോയി അങ്ങനെയൊക്കെ സെറ്റാക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂഞ്ചി പോയൊരു കഥയാണ് പറയുന്നത്. ഞങ്ങൾ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചതേനു. പക്ഷേ എന്തുകൊണ്ടോ പറഞ്ഞാൽ കുട്ടികളെയൊക്കെ കൊണ്ടുപോകല്ലേ, അപ്പോൾ അതിൻ്റേതായ നേരം വയ്ക്കും. പിന്നെ വീട്ടിൽ കുറച്ച് പണിക്ക് കൂടി കൊടുക്കുക, അല്ലാണ്ട് ഞാൻ കൂടി കൊടുത്തില്ല കേട്ടോ. എന്നാലും ഒരു 5:45 പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഡിസൈഡ് എന്താ വെച്ചാൽ ബീച്ചിൽ പോയി തുറക്കാന്നേനു. പക്ഷേ ആ നേരം കൊണ്ട് എന്തായാലും കോഴിക്കോട് എത്തൂല. കോഴിക്കോട് ബീച്ച് കേട്ടോ. അങ്ങനെ ആ നേരം കൊണ്ട് എന്തായാലും അവിടെ എത്തൂല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എന്നാൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച്
നോമ്പൊക്കെ തുറന്ന് ബീച്ചിൽ പോയിരിക്കുക. അങ്ങനെ ഞങ്ങൾ പോയി മെല്ലെ മെല്ലെ പോവുക. അപ്പോഴാണ് ഏതോ ഒരു ജെയ്ത്തൂൺ എന്ന് പറഞ്ഞൊരു പേരൊന്നും അപ്പം അറിയില്ല കേട്ടോ, അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അവിടെ നിന്ന് നോമ്പ് തുറക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയി. അങ്ങനെ ഗോകുലമ്മാളിൻ്റെ അടുത്താട്ടോ, അവിടെ നിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ നമ്മൾ എത്തണത് നോമ്പ് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ എത്തണം. അങ്ങനെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് പാർക്കിംഗ് ഹോളൊക്കെ തന്നെയാണ് ചെയ്തത് തന്നെ അവിടുത്തെ സെക്യൂരിറ്റികൾ കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴും ഞങ്ങൾ ഒരു കാര്യം നല്ലൊരു എന്താ പറയുക സ്റ്റാർട്ടിങ് ട്രബിൾ എത്തിയപ്പോൾ തന്നെ ഓരോ നിങ്ങൾ നോമ്പ് പറഞ്ഞില്ലേ ഇതാ കാരൊക്കെ അതാറിനായിട്ട് തന്ന് നല്ല എന്താ പറയുക നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. അങ്ങനെ അവിടെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഇന്ന ടേബിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയത് സെറ്റപ്പ്. പക്ഷെ നമ്മൾ പോയപ്പോൾ ഒരു ഭക്ഷണം ബൊഫെ മാതിരിയാണ്. ഒരു നല്ല രീതിക്ക് ഒരു വെള്ളം കുപ്പി വെള്ളം ഞങ്ങൾ വാങ്ങി. ഒരു വെള്ളം ജ്യൂസ് ഐറ്റംസ് അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓരോ മെനു നോക്കി ഓരോരോ പൊരി ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിലൊക്കെ അതിൻ്റെ ഇടയിൽ ഇടങ്ങാറാവണമുണ്ട്. നാത്തൂൻ്റെ ഒരു മോനും പിന്നെ എൻ്റെ 2 കുട്ടികളെയും കൊണ്ട് പോയതേന്. എന്നെ കണ്ടാൽ പ്രായം തോന്നൂലല്ലോ അല്ലേ. അങ്ങനെ പോയതേനി നോമ്പൊക്കെ തുറന്ന്. പക്ഷേ ഫസ്റ്റ് ടൈം അല്ലേ, അത് മൂഞ്ചിപ്പോയി. ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നുമല്ല. ഇനി നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടെയൊക്കെ വിരിച്ച് സെറ്റപ്പ് ചെയ്ത് നോമ്പ് തുറക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്ത്. പക്ഷേ അങ്ങനെ ഏതായാലും പറ്റിയില്ല. പിന്നെ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്യണം വിചാരിച്ചേനും, 1 പീസ് ഉണ്ടാവുമല്ലോ, അതും നടന്നില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് ബീച്ചിലേക്ക് വേണ്ടി പോവാം. അവിടെ പോയി നോക്കുമ്പോഴാണെങ്കിൽ പാർക്കിങ്ങിനായിട്ട് ഒരു സ്പേസ് പോലും ഇല്ല. അങ്ങനെ ഏലോ തിരിഞ്ഞു പോയി സ്ഥലമൊന്നും എനിക്കറിയില്ല. തിരിഞ്ഞു പോയപ്പം അവിടെ ഒരു കാർ എടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് ഞങ്ങൾ കയറാൻ പോയ നേരത്താണ് വേറൊരുത്തൻ പെട്ടെന്ന് വന്ന്, നമുക്ക് വല്ലാണ്ട് ഗ്യാപ്പില്ല, ആ ഒരു ഗ്യാപ്പിലേക്ക് പോകും പെട്ടെന്ന് വണ്ടി കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ ആ ബീച്ചിൽ നിന്നുള്ള പ്രതീക്ഷയും കൂടെ അവിടെ പോയി. കാരണം പെട്ടെന്ന് അതൊക്കെ ഓരോരുത്തരുടെ നാക്കാണ്. പെട്ടെന്ന് വണ്ടി കൊണ്ടുവച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ചങ്ങായിമാരോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ. അങ്ങനെ ബീച്ച് വേണ്ടെന്നാകുമ്പോൾ വേറെ ഇടയിൽ പോകാനായിട്ട് സ്ക്വയറിലേക്കാക്കി. അപ്പം കുട്ടികളും കുറച്ച് ഡല്ലായിട്ടോ ബീച്ച് എന്നുള്ളൊരു പിന്നെ ഞങ്ങൾ ബീച്ച് പോയിട്ട് കുറച്ചായിട്ടുണ്ട്, എനിക്ക് കാണാത്ത ആളല്ല. ബട്ട് ബീച്ച് വിചാരിച്ച് പോയപ്പം അതേതായാലും നടന്നില്ല. അങ്ങനെ മാനാഞ്ചിറ സ്ക്വയറിൽ പോയപ്പോൾ ഓക്കെ ആയി. കാരണം വല്ലാണ്ട് ആൾക്കാരൊന്നുമില്ല, നോമ്പായതുകൊണ്ടായിരിക്കും, അല്ലാതെ എനിക്കറിയില്ല. ഞാനൊരു 2-3 തവണ അവിടെ പോയിട്ടുള്ളൂ. പിന്നെ ഒരു ശാന്തമായ സ്ഥലം നമുക്കറിയാമായിരിക്കുമല്ലോ. അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ച് കുട്ടികളെ കൂടെ ഓലിങ്ങനെ കളിക്കണമൊക്കെ നോക്കി നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ്. സാധാരണ ഇത്രയും 4 ആനിവേഴ്സറി ആയിട്ട് ഞാൻ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ മൂപ്പര് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഈ ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള പ്രിപ്പറേഷനൊന്നും ഞാൻ ചെയ്തിട്ടും ഇല്ലേനു അന്ന്. അതായത് ഇന്നലെ ആനിവേഴ്സറിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിന്, പക്ഷെ ഒന്നും വാങ്ങാനും പറ്റിയില്ല. സർപ്രൈസായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ 4ാമത്തെ ആനിവേഴ്സറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനത് ഇവിടെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് വെക്കാണ്ട്. അപ്പം അങ്ങനെ പോലും ഞാൻ 5 ഭയങ്കര വലിയ സംഭവമാക്കണം, അതായത് എല്ലാവരെയും അറിയിക്കണം എന്നല്ല, നമുക്കിടയിൽ തന്നെ, എനിക്ക് ഹസ്ബൻഡിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളതൊന്ന് ഓർത്തിരിക്കണതാവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനേതായാലും പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് അടുത്തത് ശരിയാക്കണം, സെറ്റപ്പാക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ പറയാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ മനസ്സിലുള്ളത് എടുത്ത് പറയുക. കാണുന്നവർ കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ്സിൻ്റെ ഏട്ടത്തിനോട് ചോദിച്ചിനി, എനിക്ക് നെഗറ്റീവ് വന്നാൽ ഈ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് എന്തായാലും വരും, ചിലപ്പോൾ പോസിറ്റീവും ഉണ്ടാവും. അതൊക്കെ അതിൻ്റേതായ രീതിക്ക് എടുക്കുക എന്നുള്ള നിലക്ക് ആണ് ഞാൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക എന്നല്ല കേട്ടോ, എന്ത് വന്നാലും നോക്കുക എന്നുള്ള രീതിക്ക്. സോ ഞാനിതൊക്കെ പറയാൻ കാരണം ഒരു നല്ല പ്രതീക്ഷയിൽ നിന്ന് ഒരു സംഭവം മൂഞ്ചിപ്പോയല്ലോ, അതുകൊണ്ടാണ് ഇത്രയും ഗതികെട്ട ഒരാൾ. വേറെ ഉണ്ടോ? ഗതികെട്ടതല്ല, മൂഞ്ചിപ്പോയൊരു സംഭവം. ആനിവേഴ്സറി സ്പെഷ്യലാക്കണം വിചാരിച്ച് മൂഞ്ചിപ്പോയൊരു
ആളാണ് നമ്മൾ. സോ ഇത്രയേ ഉള്ളൂ. മൂഞ്ചി പോയൊരു കഥ പറയാൻ വേണ്ടി വന്നതേനു. താങ്ക് യു. ഇനി പിന്നെ ഒരു വീഡിയോ ഒക്കെ കാണാനുണ്ടെങ്കിൽ കാണാം. ബൈ.